വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച വിസ്മയ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം. മോഹൻലാലിന്റെ വില കളഞ്ഞെന്നും പൃഥ്വിരാജിന്റെ ഗതി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്നും ആക്ഷേപം. അച്ഛനെ പറയിപ്പിക്കരുതെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് പ്രതികരണമെന്നും കമന്റുകൾ. അൽത്താഫ് വിവരങ്ങളുമായി ചേരുകയാണ്. അൽത്താഫ്, ഇന്നലെയാണ് ഈ വിസ്മയ മോഹൻലാൽ ഈ ഒരു പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. അതിനു പിന്നാലെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം, സൈബർ അധിക്ഷേപം ഒക്കെയാണ് വിസ്മയക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പറയുന്നത്? അത് മോഹൻലാലിനെ ചേർത്ത് ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ വിമർശനങ്ങളായി ഉയരുന്നത്? സ്വാതി ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് വിസ്മയ മോഹൻലാൽ ഡൽഹിയിൽ നടക്കുന്ന CJP സമരത്തെയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമത്തെയും വിമർശിച്ചുകൊണ്ട് CJP സമരത്തെ പിന്തുണച്ചും പോലീസ് അതിക്രമത്തെ വിമർശിച്ചും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരോട്, സമരം ചെയ്യുന്ന പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നടക്കമുള്ള ചോദ്യം വിസ്മയ മോഹൻലാൽ ആ സ്റ്റോറിയിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറ്റ് പല മാധ്യമങ്ങളിലൂടെ വന്ന സമയത്താണ് അതിനെല്ലാം കമൻറ്റുകളായിട്ട് ഈ തരത്തിലുള്ള ആക്ഷേപ കമൻറ്റുകൾ വന്നിട്ടുള്ളത്. വിസ്മയ മോഹൻലാലിനെയും അതേപോലെ തന്നെ മോഹൻലാലിനെയും വിമർശിച്ചുകൊണ്ട് മോഹൻലാലിനെ പറയിപ്പിക്കരുത്, അതേപോലെ തന്നെ അച്ഛൻ്റെ വില കളയരുത് തുടങ്ങിയിട്ടുള്ള കമൻറ്റുകളാണ് ഇതിന് അടിയിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിസ്മയ മോഹൻലാൽ അടക്കമുള്ള കേരളത്തിൽ നിന്നും CJPയുടെ സമരത്തെ അതേപോലെ തന്നെ ഈ ഒരു പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന നടന്മാരെല്ലാം പണം വാങ്ങിയിട്ടാണ് ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുന്നത് എന്നടക്കമുള്ള കമൻറ്റുകളും ഇതിന് പുറകിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഇവരെല്ലാം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്, തീവ്രവാദത്തെയാണ് ഇവരെല്ലാം പിന്തുണക്കുന്നത് എന്നടക്കമുള്ള വളരെ ആക്ഷേപകരമായിട്ടുള്ള കമൻറ്റുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. വിസ്മയ മോഹൻലാലിനെ പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ആളുകൾ ഡൽഹിയിലെത്തി പിന്തുണ അറിയിച്ചു, ഡൽഹിയിലെത്തി സമരത്തിൽ പങ്കെടുത്തിരുന്നു. അവർക്കെതിരെ എല്ലാം ഈ തരത്തിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. ഇവരെല്ലാം പണം വാങ്ങിയിട്ടാണ് ഈ തരത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നത്, ഇവരെല്ലാം പണം വാങ്ങിയിട്ടാണ് സമരത്തെ പിന്തുണക്കുന്നത് എന്നടക്കമുള്ള കമൻറ്റുകളും ആക്ഷേപങ്ങളുമാണ് പല മീഡിയകളിൽ നിന്നും, പല പേരുള്ളതും പേരില്ലാത്തതുമായിട്ടുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും സൈബർ മീഡിയകളിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാതി.